വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായത് വർണ്ണിച്ചു. വികാരം പ്രാപിച്ച തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി. അങ്ങനെ ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ആപഹ, ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി. ഇത്രയും വർണ്ണിച്ചു അതിൻ്റെ ഗുണങ്ങളും. ഇനി പറയാണ് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടായി അത് വർണ്ണിക്കുകയാണ്. നോക്കാം 30-ാമത്തെ ശ്ലോകം. വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാതാർക്കപ്രചേതോശ്വിവൻഹീന്ദ്രോപേന്ദ്രമിത്രകാഃ. എന്താ പറയണത്? സാത്വിക അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ പോരാ, മനസ്സും 10 ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായി. ദിഗ്ദേവതകൾ വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. ഇവരാണ് 10 ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ. വൈകാരികാൻ മനോജജ്ഞേ, വൈകാരികാത് എന്ന് പറഞ്ഞാൽ വൈകാരികം, സാത്വിക അഹങ്കാരം. ഈ പേരൊക്കെ പ്രത്യേകം ഓർത്തു വയ്ക്കുക. സാത്വിക അഹങ്കാരത്തിൻ്റെ വേറൊരു പേരാണ് വൈകാരികം. കുറച്ച് മുന്നേ അത് പറഞ്ഞിട്ടുണ്ട്. വൈകാരികാത് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് എന്നർത്ഥം. മനഃ മനസ്സും, മനസ്സ് മാത്രമല്ല അതിൽ നിന്ന് അർത്ഥമെടുക്കണം മനസ്സിൻ്റെ അധിഷ്ഠാന ദേവനായ അല്ലെ അധിഷ്ഠാതാവായ ചന്ദ്രൻ ജജ്ഞേ ഉത്ഭവിച്ചു. പിന്നെയോ ദിഗ്വാതാർക്ക പ്രചേതോ അശ്വിവൻഹീന്ദ്രോപേന്ദ്രമിത്രകാഃ. ദിഗ് വാത അർക്ക എന്ന് പറയുമ്പോൾ ദിഗ്ദേവതകൾ വായു, സൂര്യൻ, അശ്വിനി ദേവന്മാർ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ. അതാണ് വൻഹീന്ദ്രോപേന്ദ്രമിത്രകാഃ. അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിങ്ങനെയുള്ള 10 ദേവാഹ വൈകാരികാഹ. 10 ദേവന്മാർ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായവരാണ്. ഇതാണ് വർണ്ണിച്ചത്. സൃഷ്ടിയുടെ വികാസത്തിന് അടിസ്ഥാനമായ അഹങ്കാര തത്വം. ആ അഹങ്കാര തത്വം 3ആയിട്ട് പിരിഞ്ഞു. താമസം, രാജസം, സാത്വികം. അതിൽ രാജസത്തിന് തൈജസ് എന്ന പേരുണ്ട്, സാത്വികത്തിന് വൈകാരികം എന്നും പേരുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാജസത്തിന് തൈജസ് എന്ന പേര്, സാത്വികത്തിന് വൈകാരികം എന്ന പേര്. ഇതിൽ ദ്രവ്യശക്തി പ്രമുഖമായ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശാദി പഞ്ചഭൂതങ്ങളുണ്ടായത് പറഞ്ഞു. ഇനി ജ്ഞാനശക്തി പ്രമുഖമായ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, അതായത് ഇന്ദ്രിയങ്ങളെ വിഷയത്തിൻ്റെ നേരെ പ്രവർത്തിപ്പിക്കുന്ന ശക്തികൾ, അത് കാണാൻ സാധിക്കുന്നതല്ല, അതുകൊണ്ടാണ് ദേവതകളായിട്ട് പറയുന്നത്. ശ്രോത്രം, ത്വക്ക്, നേത്രം, രസന, ഘ്രാണം, ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളാണ് ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ. പിന്നെയോ ഇനി കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളോ അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. ഇവരാണ്. മനസ്സിൻ്റേതോ ചന്ദ്രൻ. ഇവർക്കൊക്കെ കാരണം ഏതാ ചോദിച്ചാൽ സാത്വിക അഹങ്കാരമാണ്. ഇനി അടുത്തത് തൈജസാത്വവും. തൈജസം എന്ന് പറഞ്ഞാൽ രാജസാഹങ്കാരം. രാജസാഹങ്കാരത്തിൽ നിന്ന് സംഭവിച്ച ഇന്ദ്രിയങ്ങളെ പറ്റി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. വ്യക്തമായില്ലേ ഇതുവരെയും? 31-ാമത്തെ ശ്ലോകം നോക്കാം. തൈജസാത്വ വികുർവാണാദിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധി പ്രാണസ്തു തൈജസൗ. ശ്രോത്രം ത്വഘ്രാണദൃഗ്ജിഹ്വാ
വാഗ്ദോർമേഢ്രാഘ്രിപായവഃ. എന്നൂടി വായിക്കാം. തൈജസാത്വികുർവാണാദിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധി പ്രാണസ്തു തൈജസൗ ശ്രോത്രം ത്വഘ്രാണദൃഗ്ജിഹ്വ വാഗ്ദോർമേഢ്രാഘ്രിപായവഃ. എന്താ പറയണത്? വികുർവാണാത് തൈജസാത്തു, വികാരം സംഭവിച്ചു കൊണ്ടിരുന്ന രാജസാഹങ്കാരത്തിൽ നിന്ന് ദശ ഇന്ദ്രിയാണി അഭവൻ, 10 ഇന്ദ്രിയങ്ങളുണ്ടായി. ജ്ഞാനശക്തി ബുദ്ധി ക്രിയാശക്തി പ്രാണഃ തു തൈജസൗ ശ്രോത്രം ത്വക് ഘ്രാണദൃഗ്ജിഹ്വാഹ വാഗ്ദോർമേഢ്രാഘ്രിപായവഃ. 10 ഇന്ദ്രിയങ്ങൾ അഭവൻ ഉണ്ടായി. ജ്ഞാനശക്തി ബുദ്ധി, അറിവുകളിൽ പ്രഭാവം ചെലുത്തുന്ന ബുദ്ധിയും, ക്രിയാശക്തി പ്രാണഃ തു, പ്രവൃത്തികളിൽ പ്രഭാവം ചെലുത്തുന്ന പ്രാണനും, പ്രാണൻ എന്ന് പറഞ്ഞാൽ ഊർജം. തൈജസൗ ശ്രോത്രം ത്വക് ഘ്രാണദൃഗ്ജിഹ്വ, രാജസാഹങ്കാരജന്യങ്ങളാണ്. ശ്രോത്രം ത്വക്ക് ഘ്രാണ ദൃഗ്ജിഹ്വ, ശ്രോത്രം ത്വക്ക് ഘ്രാണം ദൃഷ്ടി ജിഹ്വ എന്നിവ ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെയോ വാഗ് ദോർമേഢ്രാഘ്രിപായവഃ, വാക്ക്, കൈ, ജനനേന്ദ്രിയം, കാല്, ഇതൊക്കെയോ കർമ്മേന്ദ്രിയങ്ങളുമാണ്. ഇതാണ് ഇവിടെ വർണ്ണിച്ചത്. രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധിയും കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണനും രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായതാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഇതൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നോക്കുക, നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങൾ 32, 33 ഒരുമിച്ച് കാണാം. യദൈതയസംഗതാഭാവ ഭൂതേന്ദ്രിയമനോഗുണാഃ യഥായതന നിർമ്മാണേ നശേകുർബ്രഹ്മവിത്തമാം തദാ സംഹത്യ ചാന്യോന്യം ഭഗവച്ഛക്തിചോദിതാഃ സദസത്വമുപാദായ ചോഭയം സസർജുർഹ്യത. എന്താ പറയണത്? ആകാശാദി പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ, ഈ തത്വങ്ങൾ പരസ്പരം യോജിക്കാത്തതിനാൽ അല്ലെങ്കിൽ യോജിക്കാതെ നിൽക്കുന്നത് കൊണ്ട് അവയ്ക്ക് സൃഷ്ടി ചെയ്യാൻ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ സാധിച്ചില്ല. ഇതൊക്കെ തത്വങ്ങളുണ്ടായിട്ട് കാര്യമില്ല, ചേർച്ച വേണ്ടേ? സാധിച്ചില്ല. അപ്പോൾ ഭഗവാന്റെ ശക്തി അവയിൽ പ്രവേശിച്ചു. ആ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായി തത്വങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് സ്ഥൂല സൂക്ഷ്മ സ്വരൂപത്തെ പ്രാപിച്ച് സമഷ്ടി ശരീരത്തെയും വ്യഷ്ടി ശരീരങ്ങളെയും സൃഷ്ടിച്ചു. സമഷ്ടി പറഞ്ഞാൽ കൂട്ടമാണ്, വ്യക്തി പറഞ്ഞാൽ, വ്യഷ്ടി പറഞ്ഞാൽ ഓരോന്നോരോന്ന്. വൃക്ഷം എന്ന് പറഞ്ഞാൽ വ്യഷ്ടി, കാട് എന്ന് പറഞ്ഞാൽ സമഷ്ടി. കുറേ വൃക്ഷങ്ങൾ കൂടിയത് കാട്, അതാണ് സമഷ്ടി വ്യഷ്ടി. ഈ പ്രപഞ്ചം സമഷ്ടി, വ്യഷ്ടി പറഞ്ഞാൽ ഞാൻ, ഓരോരുത്തർ വ്യഷ്ടി, കൂട്ടമായത് സമഷ്ടി. അപ്പം ഈ സമഷ്ടി ശരീരത്തെയും വ്യഷ്ടി ശരീരത്തെയും അല്ലെങ്കിൽ സമഷ്ടി ശരീരത്തെയും വ്യഷ്ടി ശരീരങ്ങളെയും സൃഷ്ടിച്ചു. സമഷ്ടി ശരീരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ സ്വരൂപേണ വിളങ്ങുന്ന വിരാട് പുരുഷൻ, അതാണ് സമഷ്ടി. വ്യഷ്ടി ശരീരം എന്ന് പറഞ്ഞാലോ ഓരോ ജീവൻ്റെയും പ്രത്യേക ദേഹം. ഈ തത്വങ്ങളെല്ലാം കൂടിച്ചേർന്നാണ് ബ്രഹ്മാണ്ഡം ആയിത്തീർന്നത്. അതാണ് ഈ 2 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. നോക്കാം. ബ്രഹ്മവിത്തമാ, അല്ലയോ ബ്രഹ്മവിത്തമാ, ഭൂതേന്ദ്രിയ മനോഗുണാഹ, പഞ്ചഭൂതങ്ങൾ, ദശേന്ദ്രിയങ്ങൾ, മനസ്സ്, ത്രിഗുണങ്ങൾ എന്നിവയായ ഏതേ ഭാവാഹ, ഈ മൂലതത്വങ്ങൾ യഥാ അസംഗതാഹ,
യാതൊരവസരത്തിൽ അന്യോന്യം കൂടിച്ചേരാതെ ഇരുന്നുവോ, ഒറ്റ തിരിഞ്ഞിരിക്കുക, കൂടിച്ചേരാതിരിക്കുക. യഥാ അപ്പോൾ ആയതനം നിർമ്മാണത്തിൽ, ജീവൻ്റെ പാർപ്പിടമായ ശരീരത്തിൻ്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണത്തിൽ ന ശേകുഹു ശക്തങ്ങളായി ഭവിച്ചില്ല. തഥാ അപ്പോൾ ഭഗവത് ശക്തി ചോദിതാഹ ഭഗവാന്റെ ശക്തിയാൽ ചോദിതാഹ ഉത്തേജിതങ്ങളായി അന്യോന്യം സംഹത്യ ച ഒന്നിനോടൊന്ന് കൂടിച്ചേരുകയും സദസത്വം സ്ഥൂലം സൂക്ഷ്മം എന്നുള്ള നിലയെ ഉപാദായ സ്വീകരിക്കുകയും ചെയ്ത് ഉഭയം സമഷ്ടിരൂപമായ, അല്ലെങ്കിൽ ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നർത്ഥം, ഇവിടെ സമഷ്ടിരൂപമായും വ്യഷ്ടിരൂപമായും രണ്ട് പ്രകാരത്തിലുള്ള അദഹ സസൃജുഹു ഹി, അദഹ ഇതിനെ, ഇവിടെ അർത്ഥം ശരീരത്തെ, സസൃജുഹു ഹി സൃഷ്ടിച്ചു. വ്യക്തമായില്ലേ? 32, 33 ശ്ലോകങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധം മുതലായ ഗുണങ്ങൾ, പൃഥിവി അപ്പ് തേജസ് വായു ആകാശം പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയ ഗുണങ്ങൾ, മനസ്സിൻ്റെ ഗുണങ്ങൾ, ഈ ഭാവപദാർത്ഥങ്ങൾ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും യോജിക്കാതെ വേറെ വേറെ അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ട രൂപമായ ശരീരത്തെ സൃഷ്ടിക്കാൻ ആ തത്വങ്ങൾക്ക് സാധിച്ചില്ല. തഥാ അപ്പോൾ എന്തുണ്ടായി? ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട്, ഇവിടെ ബ്രഹ്മോത്തമ അല്ലെങ്കിൽ ബ്രഹ്മവിത്തമ എന്നൊരു പേരുണ്ട്. നാരദരെ വിളിക്കുകയാണ്, നാരദനോടാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ ഹേ നാരദ, ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് തമ്മിൽ അതൊക്കെ ചേരാത്തത് ചേരാൻ തുടങ്ങി, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി കൊണ്ട്. അങ്ങനെ സ്ഥൂല സൂക്ഷ്മഭാവത്തെ ഗ്രഹിച്ചിട്ട് സമഷ്ടി ശരീരത്തെയും വ്യഷ്ടി ശരീരത്തെയും സൃഷ്ടിച്ചു. സമഷ്ടി എന്താണ്, വ്യഷ്ടി എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സമഷ്ടി? ബ്രഹ്മാണ്ടം, വിരാട് പുരുഷൻ. എന്താണ് വ്യഷ്ടി? ഓരോ ജീവൻ്റെയും പ്രത്യേക ദേഹം. ഇതൊക്കെ തമ്മിൽ കൂടിച്ചേർന്ന്, തത്വങ്ങളൊക്കെ കൂടിച്ചേർന്ന് ബ്രഹ്മാണ്ടമായി തീർന്നു. ഇനി ആ ബ്രഹ്മാണ്ടം അനേകായിരം സംവത്സരക്കാലം കാരണജലത്തിൽ അങ്ങനെ പൊങ്ങിക്കിടന്നു. പിന്നീട് കാലം, കർമ്മം, സ്വഭാവം, ഈ ശക്തികളോടുകൂടി, കാലം, കർമ്മ, സ്വഭാവം എന്നീ ശക്തികളോടുകൂടിയ പരമാത്മാവ് ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചു. അതിനെ ചൈതന്യമുള്ളതാക്കി തീർത്തു, അതിനെ പ്രവർത്തിപ്പിച്ചു. ജഡമായ ബൾബ് വൈദ്യുതി വരുമ്പം കത്തുന്നത് പോലെ, ഇതുപോലെ ഈ ബ്രഹ്മാണ്ടത്തെ ചൈതന്യവത്താക്കി തീർത്തു. അതിലേക്ക് ഈ പരമാത്മാവ് പ്രവേശിച്ചിട്ട് എന്താണ് വർണ്ണിക്കുന്നത്? 34-ാമത്തെ ശ്ലോകം നോക്കൂ. വർഷപൂഗസഹസ്രാന്തേ തദണ്ഡമുദകേശയം തദണ്ഡം ഉദകേശയം. വർഷപൂഗസഹസ്രാന്തേ തദണ്ഡമുദകേശയം കാലകർമ്മസ്വഭാവസ്ഥോ ജീവോ അജീവമജീവയത്. വർഷപൂഗസഹസ്രാന്തേ, അനേകം വർഷസഹസ്രം കഴിഞ്ഞ ശേഷം, അനേകം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ, ഉദകേശയം കാരണജലത്തിൽ ആണ്ടുകിടക്കുന്ന, അജീവം തത് അണ്ഡം ജഡമായ അല്ലെങ്കിൽ ചേതനമല്ലാത്ത അല്ലെങ്കിൽ അചേതനമായ ആ അണ്ഡത്തെ, ആ ശരീരത്തെ കാലകർമ്മ സ്വഭാവസ്ഥ, കാലം, കർമ്മ, സ്വഭാവം എന്നീ ഉപാധികളിൽ നിലകൊള്ളുന്ന ജീവ. ഇവിടെ അർത്ഥം പരമാത്മാവ്. ജീവ എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ പരമാത്മാവ്, ചേതനാമയനായ ആ പരമാത്മാവ് അജീവയത് സചേതനമാക്കി. ജഡമായിരിക്കുന്ന ആ അണ്ഡത്തെ, ആ ശരീരത്തെ പരമാത്മാവ് എന്താക്കി തീർത്തു? സചേതനമാക്കി. എന്താണ് ഇവിടെ വർണ്ണിച്ചത്?
ആ പദാർത്ഥം അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജലത്തിൽ ശയിക്കുന്നതായ ആ ഒരു അണ്ഡമായി ഭവിച്ചു. പരസ്പരം യോജിച്ചതായ ആ പദാർത്ഥം കുറേ വർഷം അങ്ങനെ ജലത്തിൽ കിടന്നപ്പോൾ അത് ഒരു അണ്ഡമായി ഭവിച്ചു, അത് കൂടിച്ചേർന്നു. കാലകർമ്മ സ്വഭാവത്തെ അധിഷ്ഠാനമായി സ്വീകരിച്ചിരിക്കുന്ന ആ പരമാത്മാവ് അചേതനമായ ആ അണ്ഡത്തെ ചേതനവത്താക്കി തീർത്തു. പരമാത്മാവ് അതിൽ വ്യാപിച്ചതുകൊണ്ട് ആ അണ്ഡം ചൈതന്യസഹിതമായി ഭവിച്ചു എന്ന് സാരം. അടുത്ത ശ്ലോകം 35 നോക്കാം. സ ഏവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗതഃ സഹസ്രോർവംഘ്രിബാഹുവക്ഷഃ സഹസ്രാനനശീർഷവാൻ. എന്താ പറയുന്നത്? സഹ പുരുഷഃ ഏവ അണ്ഡം നിർഭിദ്യ തസ്മാത് സഹസ്രോർവംഘ്രിബാഹുവക്ഷഃ സഹസ്രാനനശീർഷവാൻ നിർഗതഃ. സഹ പുരുഷഃ ഏവ, ആ പുരുഷൻ തന്നെ, അതേ പരമാത്മാവ് തന്നെ, അണ്ഡം നിർഭിദ്യ, ഈ അണ്ഡത്തെ പിളർന്ന് വേർപെടുത്തി, തസ്മാത്, അതിൽ നിന്ന്, സഹസ്രോവംഘ്രിബാഹുവക്ഷഃ, ആയിരക്കണക്കിന് തുടകളും കാലുകളും കൈകളും കണ്ണുകളുമുള്ളവനായി, സഹസ്രാനന ശീർഷവാൻ, ആയിരക്കണക്കിന് മുഖങ്ങളും ശിരസ്സുകളുമുള്ളവനായി, നിർഗതഃ, പുറത്തു വന്നു. ആയിരക്കണക്കിന് തുടകൾ, കാലടികൾ, കൈകൾ, കണ്ണുകൾ, ശിരസ്സുകൾ ഇവയോടുകൂടിയ വിരാട് പുരുഷൻ ബ്രഹ്മാണ്ടത്തിലൂടെ പ്രകടമായി തീർന്നു എന്ന് സാരം. 36 ശ്ലോകം നോക്കൂ. യസ്യേഹാവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണഃ കട്യാദിഭിരധ സപ്ത സപ്തോർധ്വം ജഘനാദിഭിഃ. മനീഷിണഃ യസ്യ അവയവൈഃ, മനീഷിണഃ ജ്ഞാനികൾ, ജ്ഞാനികൾ ഈ വിരാട് പുരുഷൻ്റെ, യസ്യ യാതൊരുവൻ്റെ, അർത്ഥം ഈ വിരാട് പുരുഷൻ്റെ, അവയവൈഹി അംഗങ്ങൾ കൊണ്ട്, ലോകാൻ ഇഹ കൽപ്പയന്തി, ലോകങ്ങളെ മുഴുവനും ഉപാസിക്കാനായിക്കൊണ്ട് കൽപ്പിക്കുന്നു. ഈ വിരാട് പുരുഷനിലെ ലോകത്തെ മുഴുവൻ കാണാൻ തുടങ്ങി. കട്യാദിഭിഹി, അരക്കെട്ട് മുതൽക്ക് താഴേക്കുള്ള ഭാഗം, അധഹ താഴേക്ക്, സപ്ത ജഘനാദിഭിഹി, സപ്ത 7 ലോകങ്ങളും, ജഘനാദിഭിഹി ഊർധ്വം സപ്ത, ജഘനം അരക്കെട്ട്, അതിൻ്റെ മുകളിലേക്ക് മധ്യപ്രദേശം തൊട്ട് മേലോട്ടുള്ള അംഗങ്ങളെ കൊണ്ട് ഊർധ്വം സപ്ത, മുകളിലേക്കുള്ള 7 ലോകങ്ങളും കൽപ്പിച്ചു. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ വിദ്വാൻമാർ ഈ കാണപ്പെടുന്ന സകലത്തിനും ഈ പുരുഷൻ തന്നെ അധിഷ്ഠാനം എന്ന് ഉറപ്പിച്ച് ആ പരമപുരുഷൻ്റെ, ആ വിരാട് പുരുഷൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ലോകങ്ങളും അരയ്ക്ക് മേലോട്ടുള്ള 7 ലോകങ്ങളുമായി സങ്കല്പിച്ചു, ഉറപ്പിച്ച് പറയുന്നു എന്നാണ്. വിരാട് പുരുഷൻ്റെ അവയവങ്ങളെ കൊണ്ടാണ് വിദ്വാൻമാർ 14 ലോകങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നത്. അരയ്ക്ക് താഴെ അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നീ 7 ലോകങ്ങളും, പിന്നെ അരക്കെട്ടുൾപ്പെടെ മേലോട്ട് ഭൂലോകം, അന്തരീക്ഷലോകം, സ്വർഗലോകം, മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെയാണ് 14 ലോകങ്ങൾ. ഇനി ആ വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യനും, കാലടികളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞ താല്പര്യം, ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ ആ വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണെന്ന് താല്പര്യം. അതല്ലാതെ വർണ്ണങ്ങളെ, ഒരു വർണ്ണം കേമം, മറ്റേ വർണ്ണം മോശം എന്ന് പറയാനല്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനൊക്കെ ഭഗവാന്റെ അംഗങ്ങളാണ്. ഭഗവാന്റെ പാദവും കേമാണ്, അപ്പം ശൂദ്രൻ കേമാണെന്നർത്ഥം. ഭഗവാന്റെ മുഖവും കേമാണ്, ബ്രാഹ്മണനും കേമാണ്. ഭഗവാന്റെ കൈ എന്താ മോശമാണോ? അല്ല, ക്ഷത്രിയനും കേമാണ്. ഭഗവാന്റെ തുട എന്താ മോശമാണോ? അല്ല, അപ്പോൾ വൈശ്വരും കേമന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും മോശമായിട്ടില്ല എന്നുള്ളത് അറിയണം. അതാണ് ഈ ഒരു സങ്കല്പം, ശ്രദ്ധിക്കുക. 37 ശ്ലോകം. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേതസ്യ ബാഹവഃ ഊർവോർവൈശ്യോ ഭഗവതഃ പദ്ഭ്യാം ശൂദ്രോഭ്യജായത. ഏതസ്യ പുരുഷസ്യ മുഖം ബ്രഹ്മ ബാഹവഃ ക്ഷത്രം. ഈ വിരാട് പുരുഷൻ്റെ മുഖം ബ്രാഹ്മണൻ, ബാഹുക്കൾ ക്ഷത്രിയൻ, ഭഗവതഃ ഊർവോഹോ ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യഃ വൈശ്യൻ, പദ്ഭ്യാം പാദങ്ങളിൽ നിന്ന് ശൂദ്രഃ അഭ്യജായത ശൂദ്രനും ഉണ്ടായി.
വ്യക്തല്ലേ? ഭൂർലോകൽപ്പിതപദ്ഭ്യാം ഭുവർലോകോസ്യ ന അഭിതഃ ഹൃദാസ്വർലോക ഉരസ മഹർലോകോ മഹാത്മനഃ. അസ്യ മഹാത്മനഃ പദ്ഭ്യാം, ഈ വിരാട് പുരുഷൻ്റെ കാലടി മുതൽ അരക്കെട്ട് വരെയുള്ള അധോലോകങ്ങൾക്ക് ഉപരിയായി ഭൂർലോക, ഭൂലോകവും, നാഭിത, നാഭിപ്രദേശത്താൽ ഭുവർലോക, ഭുവർലോകവും, ഹൃദയം കൊണ്ട് സ്വർലോക, സ്വർഗലോകവും, ഉരസ, മാരടം കൊണ്ട് മഹർലോക, മഹർലോകവും, കൽപ്പിത, സങ്കല്പിതമായിരിക്കുന്നു. ഇതൊക്കെ വ്യക്തമാണ്, ഇതൊന്നും വിസ്തരിക്കേണ്ട കാര്യമില്ല. ഗ്രീവായാം ജനലോകശ്ച തപോലോക സ്തനദ്വയാത് മൂർധഭി സത്യലോകസ്തു ബ്രഹ്മലോക സനാതന. ഗ്രീവായാം, കഴുത്ത്, കണ്ഠത്തിൽ, ജനലോക ച, ജനർലോകവും, സ്തനദ്വയാത്, സ്തനദ്വയത്തിൽ നിന്ന്, തപോലോക, തപോലോകവും, മൂർധഭി, ശിരസ്സുകളാൽ, സനാതന ബ്രഹ്മലോക, ശാശ്വതവും ബ്രഹ്മാവ് വസിക്കുന്ന സത്യലോക, സത്യലോകം, സത്യലോകവും സങ്കല്പിതമായിരിക്കുന്നു എന്നർത്ഥം. തത്കട്ട്യാം 40. തത്കട്ട്യാം ചാതലം ക്ലിപ്തം ഊരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തു തലാതലം. വിഭോ, ആ വിശ്വരൂപിയായ തത്കട്ട്യാം, ആ വിരാട് പുരുഷൻ്റെ അരക്കെട്ടിൽ, കടി പറഞ്ഞ അരക്കെട്ട്, അരക്കെട്ടിൽ അതലം, അതലവും, ഊരുഭ്യാം, തുടകളാൽ, വിതലം, വിതലവും, ജാനുഭ്യാം, കാൽമുട്ടുകളാൽ, ശുദ്ധം, സുതലം, ശുദ്ധിയുള്ള സുതലലോകവും, ജംഘാഭ്യാം തു, ജംഘാഭ്യാം, കണങ്കാലുകളാവട്ടെ, തലാതലം, തലാതലവും, ക്ലിപ്തം, ക്ലിപ്തം കൽപ്പിതമായിരിക്കുന്നു എന്നർത്ഥം. ഇത് വ്യക്തമാണ്. 41 ശ്ലോകം. മഹാതലം തുഗുൽഭാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയ പുമാൻ. ഗുൽഭാഭ്യാം, നിര്യാണി, നിര്യാണികളാൽ, മഹാതലം, മഹാതലവും, പ്രപദാഭ്യാം, കാൽ, പുറവടി, പുറങ്കാല്, രസാതലം, രസാതലമായിട്ടും, പാദതലത, ഉള്ളടികൾ കൊണ്ട്, പാതാളം, പാതാളവും, ഇതി പുമാൻ ലോകമയ, ഇങ്ങനെ വിരാട് പുരുഷൻ വിശ്വരൂപിയായി, അല്ലെ വിശ്വരൂപിയാണ്. 42 ശ്ലോകം, അവസാനത്തെ ശ്ലോകം നോക്കൂ. ഭൂർലോകൽപ്പിതപദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിതഃ സ്വർലോക കൽപ്പിതോ മൂർധ്നി ഇതി വാ ലോകകൽപ്പന. അസ്യ പദ്ഭ്യാം ഭൂർലോക, ഈ വിരാട് പുരുഷൻ്റെ പാദങ്ങളാൽ ഭൂലോകവും, നാഭിത ഭുവർലോക, നാഭിപ്രദേശത്താൽ ഭുവർലോകവും, കൽപ്പിത, കൽപ്പിതമാകുന്നു. മൂർധ്ന സ്വർലോക, ശിരസ് കൊണ്ട് സ്വർലോകവും, കൽപ്പിത, കൽപ്പിതമാകുന്നു. ലോകകൽപ്പന ഇതിവ, ലോകങ്ങളുടെ വിഭാഗകൽപ്പന ഈ വിധത്തിലാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തല്ലേ? എന്താ ചുരുക്കി പറഞ്ഞാൽ താല്പര്യം അത്രയേ ഉള്ളൂ. തത്വങ്ങളൊക്കെ പരസ്പരം കൂടിച്ചേരാണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഭഗവാൻ പ്രവേശിച്ചത് കൂടിച്ചേർന്നു. ആ പരമാത്മാവ് ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച് അതിനെ ചൈതന്യവത്താക്കി തീർത്തു. അനവധി വർഷക്കാലം അത് വെള്ളത്തിൽ കടന്നു ആ അണ്ഡം. പിന്നെ അത് ഭേദിച്ച് അതിൽ നിന്ന് വിരാട് പുരുഷൻ ഉണ്ടായി. ആ വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് 14 ലോകങ്ങൾ. ആയിരക്കണക്കിന് തുടകൾ, കൈകൾ, കാലുകൾ, കണ്ണുകൾ, ശിരസ്സുകൾ. ആ വിരാട് പുരുഷൻ ബ്രഹ്മാണ്ഡത്തിലൂടെ പ്രകടമായി തീർന്നു. താല്പര്യം, വിരാട് പുരുഷൻ്റെ അവയവങ്ങളെ കൊണ്ടാണ് വിദ്വാൻമാർ 14 ലോകങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നത്. കൽപ്പനയാണ്. അരയ്ക്ക് താഴെ അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, പാതാളം. ഇനി മുകളിലേക്കോ 7 ലോകങ്ങൾ, അരക്കെട്ടുൾപ്പെടെ ഭൂലോകം, അന്തരീക്ഷലോകം, സ്വർഗലോകം, മഹർലോകം, ജനറലോകം, തപോലോകം, സത്യലോകം. ഇങ്ങനെ ആ വിരാട് പുരുഷൻ്റെ മുഖത്തുനിന്നാണ് വർണ്ണങ്ങൾ. 4 വർണ്ണങ്ങൾ ഏതൊക്കെയത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിലെ ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി. വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, കാലടികളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി. ഇനി ആ ഭൂലോകത്തെയും അധോലോകങ്ങളെയും ഭൂലോകത്തെയും ചേർത്ത് വിരാട് പുരുഷനായ ഭഗവാന്റെ പാദങ്ങളായും
ഭുവർലോകം അന്തരീക്ഷ ലോകത്തെ നാഭിയായും, സ്വർഗലോകത്തെ ഹൃദയമായും, മഹർലോകത്തെ ഭഗവാന്റെ മാറിടമായും, ജനലോകത്തെ കണ്ഠമായും, തപോലോകത്തെ സ്തനങ്ങളായും, സത്യലോകത്തെ ആ വിരാട് പുരുഷൻ്റെ ശിരസ്സായും പറയുന്നു. വിരാട് പുരുഷൻ്റെ അരക്കെട്ടിൽ അതലലോകം, തുടകളിൽ വിതലലോകം, കാൽമുട്ടുകളിൽ സുതലലോകം. ഇവിടെ സുതലലോകത്തിന് ശുദ്ധം എന്നൊരു പേര് കൊടുത്തു. ശുദ്ധമായ സുതലലോകം. അവിടേക്കാണ് നമ്മുടെ ബലിചക്രവർത്തിയെ വാമനമൂർത്തി അനുഗ്രഹിച്ച് പറഞ്ഞയച്ചത്. ശുദ്ധമായ സ്ഥലമാണ്. കാൽമുട്ടുകളിൽ ശുദ്ധമായ സുതലലോകത്തെയും, കണങ്കാലുകളിൽ തലാതലലോകത്തെയും, കാൽ നെരിയാണികളിൽ മഹാതലലോകത്തെയും, കാലിൻ്റെ ആ പുറവടികളിൽ രസാതലലോകത്തെയും, ഉള്ളംകാലടികളിൽ പാതാള ലോകത്തെയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചമായി കൊണ്ട് വിളങ്ങുന്നത് വിരാട് പുരുഷൻ ഭഗവാൻ. ആ വിരാട് പുരുഷൻ്റെ കാലടികളിൽ ഭൂലോകത്തെയും, നാഭിയിൽ ഭുവർലോകത്തെയും, ശിരസിൽ സ്വർഗലോകത്തെയും കൽപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ 3 ലോകങ്ങളായും വർണ്ണിച്ചു വരുന്നു. 3 ലോകാന്ന് വെച്ചാൽ അങ്ങനെ കണക്കാക്കാം. ഇനി വിസ്തരിക്കുമ്പം 14 ലോകങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ സ്വർഗം, ഭൂമി, പാതാളം. ഇനി വിസ്തരിച്ചാൽ ഈ 14 ലോകങ്ങൾ. ഭൂമിക്ക് താഴെയുള്ള അതലം മുതലായ 7 ലോകങ്ങളെ ഭൂമിയിലും, സ്വർഗത്തിനു മേലെ മഹർലോകം മുതൽ സത്യലോകം വരെയുള്ള 4 ലോകങ്ങളെ സ്വർഗത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ 3 ലോകങ്ങളെ, അല്ലെങ്കിൽ 3 ലോകങ്ങൾ എന്ന ഈ വർണ്ണന അങ്ങനെയാണ് എന്ന് പറയണം. വ്യക്തമല്ലേ? ലോകങ്ങൾ 14 എന്നും 3 എന്നും പറയാറുണ്ട്. 3 എന്ന് പറയുമ്പോൾ ആ വിരാട് പുരുഷൻ്റെ പാദങ്ങളിൽ ഭൂലോകം, നാഭിയിൽ ഭുവർലോകം, ശിരസിൽ സ്വർഗലോകം. ഭഗവാന്റെ സൃഷ്ടി സ്ഥിതി സംഹാര ലീലകളും അതിലൂടെ ലോകതത്വവും ആണ്. അതുവഴി ആത്മജ്ഞാനം, ആത്മതത്വജ്ഞാനം. ഇതാണ് ഇവിടെ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. ബ്രഹ്മനാരദ സംവാദത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീശുകൻ രാജാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതാണ്. നമുക്കറിയുന്നത് വെച്ച് നമുക്ക് അറിയണം എന്നുള്ള, നമുക്ക് എന്നാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കാത്ത ആ വിഷയത്തെപ്പറ്റി ബോധിപ്പിക്കുകയാണ്. നമ്മൾ ഈ ലോകേ കാണുള്ളൂ, അപ്പോൾ ലോകത്തെ വിസ്തരിക്കുകയാണ്. മെല്ലെ മെല്ലെ എവിടെ എത്തിക്കും? ആത്മജ്ഞാനത്തിലെത്തിക്കും. അല്ലാതെ സൃഷ്ടിയെ വിസ്തരിക്കാൻ വേണ്ടി സൃഷ്ടിയെപ്പറ്റി പറയല്ല. സൃഷ്ടി തന്നെ ഇല്ലയെന്ന് ബോധ്യമാവും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ തൽക്കാലം തിരമാല കാണുന്ന സ്ഥിതിക്ക് തിരമാലയുണ്ട് എന്ന് സമ്മതിച്ചു തരികയാണ്. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും തിരമാല പറഞ്ഞ സംഗതി ഇല്ല, തിരമാല തോന്നുകയാണ്, ഉള്ളത് കടൽ മാത്രം. ജലം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരമാല ഉണ്ടോ? ഇല്ല. അത് ബോധ്യമാവും. സൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊന്നും ഇല്ലയെന്ന് ബോധ്യമാവും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ ആദ്യം അത് പറഞ്ഞാൽ വ്യക്തമാവില്ല, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവിടെ സൃഷ്ടിയെപ്പറ്റി വിസ്തരിക്കുന്നത്. ലോകമെന്താണ്? അതിനധിഷ്ഠാനം എന്ത്? ഇതിനൊക്കെ ഉത്തരം വേണ്ടേ? അതിന് രൂപം കൊടുത്ത് പ്രകാശിപ്പിക്കുന്നത് ആരാണ്? ജഗൽ സൃഷ്ടാവായ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സമസ്ത സൃഷ്ടികളുടെയും നിയന്താവ് ആരാണ്? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളാണ് നാരദർക്ക്. അതിനൊക്കെ സർവജ്ഞനായ നാരദർ ഉത്തരം പറയുകയാണ്. ലോകവും ലോകാധിഷ്ഠാനവും ലോകത്തിൻ്റെ പ്രകാശകനും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും സംഹരിക്കുന്നതും ഒക്കെ ആരാണ്? സാക്ഷാൽ നാരായണനാണ്. ഇതാണിപ്പം ഈ ഒരു അധ്യായത്തിൻ്റെ ചുരുക്കം. അത് പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മാദികൾ ആ സ്വതന്ത്രനായ സർവേശ്വരൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു 5-ാമത്തെ അധ്യായത്തിൻ്റെ ചുരുക്കം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മനനനിരൂപണ പ്രകരണേ ജനനനിരൂപണം നാമ 5-മോധ്യായഃ. ശ്രീഹരയേ നമഃ. ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഭാഗങ്ങൾ, ഈ അധ്യായത്തിലുള്ള വിഷയങ്ങൾ ഒന്ന് എഴുതി എടുക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പം മനസ്സിലാവും. നമ്മുടെ ജ്ഞാനാമൃതം ഗ്രൂപ്പിൽ ഞാൻ ആ എഴുതിയ സംഗതി പോസ്റ്റ് ചെയ്യാം. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.